പിന്നെ തങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തങ്ങളെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ ഞാനും കേട്ടിരുന്നു ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ, ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം വാതുറക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ നമ്മൾ അവഗണിച്ചിരിക്കുക. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു? ആ ഹബീബിനെ മക്കയിൽ തന്നെ പുറത്താക്കിയില്ലേ? ആ മക്കയെ നോക്കി കരഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഖുറൈശികൾ എന്നെ പുറത്താക്കിയില്ലെങ്കിൽ മക്കയെ നിന്ന് ഞാൻ വിട്ടുപോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പോയിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറയ്ക്ക് പോകുന്നവർക്ക് മനസ്സിലാകാം, തായിഫിന്റെ ആ താഴ്വരയിൽ കൂടി പരിശുദ്ധ റസൂൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ആട്ടി ഓടിച്ചവരുണ്ട്. പക്ഷെ ലോകം മുഴുവനും അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു. ഇവിടെ വന്നപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ വരുന്ന സമ്പാദ്യത്തിന്റെ 99 ഭാഗങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്നു, യതീമക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. ഇന്ന് രാവിലെ സലീമൊക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്, അതെ തങ്ങളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞു, ഇന്നയാളൊക്കെയാണ് ഇത്ര ഏക്കർ വസ്തു വാങ്ങിച്ചു, അതൊക്കെ ഇങ്ങനെ 4 സെന്റ് 5 സെന്റ് വെച്ച് വീട് വെക്കാൻ ഭാഗിച്ചു കൊടുത്തു, യതീമക്കൾക്ക് കൊടുത്തു, കല്യാണങ്ങൾ കഴിപ്പിച്ചു, ദർസ് നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുന്നതുവരെയും സാധുക്കളെ സഹായിച്ച് അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദാനധർമ്മം. അതിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്നത് പോലെ ആ ചെറുമകന് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വീകരിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നുള്ളൂ, നമ്മളത് അപഹരിക്കാൻ പാടില്ല. സംസാരിച്ച് നിന്നാൽ മണിക്കൂറുകൾ പോകുന്നത് അറിയത്തില്ല. അങ്ങനെ വാദിന്റെ സദസ്സിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കാൻ നിന്നാൽ ഇങ്ങനെ മണിക്കൂറുകൾ പോയാലും നമ്മൾ അറിയത്തില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്ത് മുടങ്ങാതെ ദിവസവും